ലോർഡ്, കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഇത് നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള ചർച്ചകളുടെ പിന്തുടർച്ചയാണ്. 2 കൊരിന്ത്യർ ലേഖനം 3, 4, 5 അധ്യായങ്ങൾ നമുക്ക് വരുവാനുള്ള തേജസ്സിനെ കുറിച്ചും ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുമുള്ളതാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുപോലെ 1 കൊരിന്ത്യർ ലേഖനം വളരെ ബേസിക് ആയിട്ടുള്ള ക്രിസ്ത്യൻ ഫെയ്ത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനം വളരെ ഡീപ്പായിട്ടുള്ളൊരു പ്രത്യാശയെക്കുറിച്ചും ഈ ലോകമഹത്വത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ആ പ്രത്യാശയുടെ ബലത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അത് മുൻപോട്ട് വരുന്തോറും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ലേഖനമാണ് 2 കൊരിന്ത്യർ ലേഖനം. അത് 1 കൊരിന്ത്യർ ലേഖനം വെച്ച് നോക്കുമ്പോൾ അത് വളരെയധികം കൊരിന്ത് സഭ വളർന്നു എന്ന് നമുക്ക് ഈ 2 കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷനാണ്. ചർച്ച് കുറച്ച് കഴിയുമ്പോൾ സ്റ്റാഗ്നേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ പ്രോബ്ലമാണ്. പണ്ടുണ്ടായിരുന്ന നന്മകൾ, പണ്ടുണ്ടായിരുന്ന അവസ്ഥകൾ, അതിൽ നിന്ന് പുറകോട്ട് പോകുന്നു. ഇനി പുറകോട്ട് പോയില്ലെങ്കിലും അതേ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ കൊരിന്ത് സഭയുടെ ഒരു വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് വളരെ ബലഹീനമായിരുന്ന, ഈവൻ അവിടെ അതിനകത്ത് വന്നിട്ട് പോലും വ്യഭിചാരം ചെയ്യുന്ന, പാപമാണെന്ന് അറിയാതിരുന്ന, വിഗ്രഹാർപ്പിതം കഴിച്ചുകൊണ്ടിരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ക്രൂഡായിട്ടുള്ളൊരു ചർച്ചിനെ 2-ാമത്തെ ലേഖനം പൗലോസ് എഴുതുമ്പോഴേക്കും നമ്മൾ കാണുന്നത് അതികഠിനമായ ആഹാരത്തെ കഴിക്കുവാൻ, തേജസ്സിൻ്റെ സുവിശേഷം കേൾക്കുവാൻ സജ്ജരായ ഒരു കൂട്ടമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിൽ ഇന്നേ വരെ നമ്മൾ നോക്കിയാൽ ഈ ഒരൊറ്റ ഇൻസ്റ്റൻസേ ഉള്ളൂ ഒരു സഭ കൂടുതൽ തേജസ്സിലേക്ക് രൂപാന്തരപ്പെടുന്നു. നമ്മൾ എവിടെ നോക്കിയാലും ഇന്നും ചരിത്രത്തിൽ നോക്കുമ്പോൾ തുടങ്ങിയത് കുറേ കഴിയുമ്പോൾ മന്ദീഭവിച്ചും സ്റ്റാറ്റസ് കോയിൽ ഏർപ്പെട്ടും അതുപോലെ അങ്ങ് തുടർന്നു പോയും കുറേ നാൾ കഴിയുമ്പം ദ്രവിച്ചും ഒക്കെ പോകുന്നതാണ് നമ്മൾ ഇന്നും കാണുന്നത്. വൺ ഗ്ലോറിയസ് എക്സാമ്പിൾ വേർ വി സീ എ ചർച്ച് ട്രാൻസ്ഫോമിങ് റാഡിക്കലി. അതുകൊണ്ട് തന്നെ പൗലോസിൻ്റെ വേദനകളും കഷ്ടങ്ങളും എല്ലാം പറയുവാനും അതിതീക്ഷ്ണമായ ഒരു ആത്മീക അനുഭവത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാനും ബലഹീനതകളിൽ പ്രശംസിക്കുന്നതിനെക്കുറിച്ച് പറയുന്നതിനും എല്ലാം ഈ ലേഖനത്തിൽ പൗലോസ് സമയം കണ്ടെത്തുന്നുള്ളത് അത് വളരെ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നൊരു കാര്യമാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, അടുത്ത ജനറേഷൻ നമ്മളെക്കാൾ ശക്തരായിരിക്കണം എന്നുള്ളതാണ്. We want a generation which is stronger than us, a generation to follow us. ഇന്നത്തെ സഭകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളെപ്പം നോക്കിയാലും പൂർവ്വപിതാക്കന്മാർ ഭയങ്കര മിടുക്കരായിരുന്നു എന്നും നമ്മൾ അത്ര എത്തിയിട്ടില്ല എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് എപ്പോഴും വരുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു പെന്തക്കോസ്തുകാരോട് ചോദിച്ചു നോക്കിയാൽ അവർ പറയും 1-ാം ജനറേഷൻ പെന്തക്കോസ്തുകാർ ഭയങ്കര വിശ്വാസികളും തീക്ഷ്ണതയുള്ളവരുമായിരുന്നു, ഞങ്ങളിപ്പം 5-ാം ജനറേഷനാണ്, ഞങ്ങളുടെ ഈ കാലഘട്ടമൊക്കെ പോക്കാണ് എന്ന് എല്ലാവരും പറയും. കാരണം ദാറ്റ് ഷോസ് ദാറ്റ് ദ ചർച്ച് ഹാസ് ഡിറ്റീരിയറേറ്റഡ്, സ്റ്റാഗ്നേറ്റഡ് ആൻഡ് ദെൻ ഡിറ്റീരിയറേറ്റഡ്. ശരിക്കും നേരെ തിരിച്ചാണ് പറയേണ്ടത്. ഞങ്ങൾ വളരെ ചെറുതായിട്ട് തുടങ്ങിയതാണ്, എന്നാൽ ഇന്ന് കർത്താവിൻ്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. സോ ദാറ്റ്സ് ദ പ്രോഗ്രസ് ദാറ്റ് എ ചർച്ച് ഹാസ് ടു മേക്ക്. അപ്പോൾ എന്തുകൊണ്ടത് സംഭവിക്കാത്തതെന്ന് ഞങ്ങൾ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ചർച്ചിന് വീണ്ടും പുതുക്കപ്പെടുവാൻ പറ്റാത്തത്? വൈ ഡസ് എ ചർച്ച് സ്റ്റാഗ്നേറ്റ്? അതിൻ്റെ തുടങ്ങിയ വിഷണറീസിൻ്റെ കാലം കഴിയുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ആ സഭകൾ സ്റ്റാഗ്നേറ്റ് ആയി പോകുന്നതെന്ന് ഞാൻ വളരെ വിഷമിച്ച് ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പയനീഴ്സ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റേഴ്സിനെ ഓവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണോ? ഈ നമ്മൾ തുടങ്ങി വെച്ചവരെ ഓവറായിട്ട് റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഇവരെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ദൈവം എഴുന്നേൽപ്പിച്ചാലും അവർ ഇൻവിസിബിളായി പോകും, അവരുടെ ശുശ്രൂഷകൾ ഇൻവിസിബിളായി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇയാൾ മരിച്ചു കഴിയുമ്പോഴേക്കും വലിയൊരു വാക്വം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം നെക്സ്റ്റ് ജനറേഷൻ ഈസ് ഇൻകേപ്പബിൾ, ദേ ആർ നോട്ട് മെൻറ്റേഡ് പ്രോപ്പർലി.
they didn't get that importance that they required. അവർക്ക് വേണ്ട ആ ഒരു പ്രാധാന്യം, ആ ശുശ്രൂഷയ്ക്ക് വേണ്ട പ്രാധാന്യം, അവർക്ക് വേണ്ട പ്രാധാന്യം എന്നുള്ളതിനേക്കാളും അവർ പറഞ്ഞ വാക്കുകളുടെ പ്രാധാന്യം ഈ വലിയ ആളുകളുടെ പ്രസൻസിനാൽ അവഗണിക്കപ്പെടുന്നുള്ളതാണ്. ഈ അടുത്ത ജനറേഷൻ വരുമ്പോഴേക്കും ആ ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായിരുന്ന ടോൾ ലീഡേഴ്സ് ഉണ്ടാകുന്നില്ല. ലീഡേഴ്സ് ഉണ്ട്, ബട്ട് ദേ ആർ dwarfed by that enigmatic presence of the stalwarts of faith. എല്ലാ മൂവ്മെൻറ്റിലും ഇത് നമുക്ക് കാണാം. ഈവൻ നല്ല മൂവ്മെൻറ്റ്സ്, റിഫോർമേഷൻ്റെ കാലം നോക്കി, അത് കഴിഞ്ഞ് താഴോട്ട് വരുന്തോറും ആ റിഫോർമേഷൻ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇതിൻ്റെ പ്രോഗ്രസ്സിലേക്കല്ല പോകുന്നത്, 10,000-കണക്കിന് ഡിനോമിനേഷൻസിലേക്കും അവിടെയെല്ലാം ഈവൻ ഹോമോസെക്ഷുവാലിറ്റി വരെ അനുവദിക്കുന്ന ഒരു വളരെ ക്രൂഡായിട്ടുള്ള, വളരെ എന്താ പറയുന്നത്, ദൈവത്തിന് അറപ്പായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ആ റിഫോംഡ് കാലഘട്ടത്തിലുണ്ടായിരുന്ന ചർച്ചകളെല്ലാം ഇന്ന് ഇരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് എ വാർണിംഗ് ആൻഡ് ദിസ് ഈസ് എൻ എൻകറേജ്മെൻറ്റ് അറ്റ് ദ സെയിം ടൈം. നമുക്കൊരു റീജുവനേറ്റഡ് എക്സ്പീരിയൻസ്, അടുത്തൊരു ജനറേഷൻ വെൻ ഇറ്റ് ബിക്കംസ് മോർ പവർഫുൾ ദാൻ us. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കൂടുതൽ ഇൻവിസിബിൾ ആകണമെന്നാണ്. എനിക്ക് എപ്പോഴും തിങ്കളാഴ്ച ഒന്നിരിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം അവസാനത്തെ 1 മിനിറ്റിലേക്ക് എന്നെ പുഷ് ചെയ്ത്, അല്ലെങ്കിൽ കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ ശുശ്രൂഷയുമായിട്ട്, നമ്മുടെ യങ്സ്റ്റേഴ്സ്, ഈവൻ പ്രായമായവരും എല്ലാം വരണമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇത് വളരുന്നത്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു എ സ്റ്റേജ് വെയർ ഐ എം നോട്ട് നീഡഡ്. അപ്പോൾ അത് നമ്മൾ മറ്റു തലമുറകളെ റിമൈൻഡർ ചെയ്യുന്നതിനും മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും അത് ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ ചർച്ചകളിലെ ഒരു ക്രിട്ടിക്കൽ മോമെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ദ ഓൾഡ് ജനറേഷൻ, ദ ഫസ്റ്റ് ജനറേഷൻ, ഞങ്ങളൊക്കെ ഇത്തിരി ഓൾഡാണ്. അത്ര ഓൾഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണെന്നും അല്ലെന്നും പറയാം. ബട്ട് വി നീഡ് യങ്ങർ ബ്ലഡ്. അവർ മുമ്പോട്ട് വരുമ്പോൾ അവരുടെ ആ കർത്താവ് കൊടുക്കുന്ന കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് അങ്ങനെ വേണ്ടടോ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന, ഒരു അപ്പൻ സ്ഥാനത്തിരുന്ന ആൾക്കാരെ നിയന്ത്രിക്കുന്ന ആൾക്കാരല്ല. പുതിയ എന്താ പറയുന്നത്, ഉത്സാഹങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ വരുമ്പോൾ അത് നമ്മുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉള്ളതാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടുകയും നേതൃത്വം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇത് അടുത്ത സഭ കുറച്ചുകൂടെ തേജസ്സായിട്ട് വരുന്നത്. So we need to be growing. We need to be growing in content and in quality and also in the reach. അപ്പോൾ കൊരിന്ത് സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം, നമുക്ക് വളരാൻ പറ്റും, നമുക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മുടെ ചൈൽഡിഷ്നെസ് മാറുന്ന ഒരു മെച്യൂർ സ്റ്റേജിലേക്ക് എത്തുന്ന അനേകം വിശ്വാസികൾ നമുക്കുണ്ടാകും, ശുശ്രൂഷകരുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. സോ വി ആർ ഡീപ്ലി എൻകറേജ്ഡ് ബൈ വാട്ട് ഹാപ്പൻ ടു ദ കൊരിന്ത്യൻ ചർച്ച്. ഒരുപക്ഷെ കൊരിന്ത് സഭയെ ഇത്തിരി വഴക്കൊക്കെ പറയുന്നതായിട്ട് നമുക്ക് തോന്നിയാലും ദ കണ്ടന്റ് ഡിസ്കസ്ഡ് ഇൻ ദ ബുക്ക് അത് വളരെയധികം എക്സലൻ്റ് ആണ്. ഓക്കെ, നമുക്ക് 4-ാം അധ്യായത്തിലെ എന്തൊക്കെയാണ് പൗലോസ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദേ ബിക്കം കേപ്പബിൾ ക്രിസ്ത്യൻസ് ടു ലിസൺ ടു ദീസ് ഹാർഡ് ടീച്ചിങ്സ്. അപ്പോൾ നമ്മൾ പഴയ ഈ 4-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: therefore having this ministry by the mercy of God we do not lose heart. നമ്മുടെ ഹൃദയത്തിൽ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടിരിക്കുന്നില്ല, കാരണം ദൈവത്തിന്റെ കരുണയാലാണ് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യർ ഇതിനെ തീർച്ചയായിട്ടും അവഗണിച്ചേക്കാം, മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് അവർക്കിത് മനസ്സിലാക്കാൻ പറ്റാതെ വന്നേക്കാം. ബട്ട് ദൈവമാണ് നമ്മളെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലോകം മുഴുവൻ എതിര് നിന്നാലും തളരേണ്ട കാര്യമില്ല. കാരണം ഗോഡ് ഹാസ് എൻട്രസ്റ്റഡ് us with a ministry, with the doctrines, with a call to serve him. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരിക്കൽ ഈ 4-ാം അധ്യായത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു. അവിടെ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ഡിസീറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മാർഗം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനത്തെ മായം ചേർത്തിട്ടില്ല. ഞങ്ങൾ സത്യം പറയുന്നതിൽ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ സുവിശേഷം ട്രിക്കുകൾ ഉപയോഗിക്കാതെ പ്രസംഗിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചലഞ്ചാണ്. നമ്മളിന്ന് സ്ട്രാറ്റജീസ് എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികൾ ചെയ്യാറുണ്ട്, ട്രിക്കുകൾ ഉപയോഗിച്ചാണ് പറയുന്നത്.
ഇന്നത്തെ ട്രാക്റ്റുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കള്ളുകുടി നിർത്തുന്നതിനെക്കുറിച്ചും എന്താ മദ്യപാനം മയക്കുമരുന്നിന് എതിരെയൊക്കെയാണ് ട്രാക്റ്റ്. അപ്പം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വെഹിക്കിളിലൂടെയാണ് സുവിശേഷം പറയുന്നത്. എന്നാൽ പൗലോസിന്റെ വഴി അതല്ലായിരുന്നു. തുറന്നു പറയുക. ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് നശിച്ചു പോകുന്നവർക്കാണ് ഇത് മറിഞ്ഞിരിക്കുന്നതെന്നാണ്. 3-ാം വാക്യത്തിൽ പറയുന്നത്, ഞങ്ങൾ പറയുന്ന സുവിശേഷം ചില ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കാണ് മനസ്സിലാകാത്തത്. ഈവൻ ഇഫ് അവർ ഗോസ്പൽ ഇസ് വെയിൽഡ്, ഇറ്റ് ഈസ് വെയിൽഡ് ടു ദോസ് ഹു ആർ പെരിഷിംഗ്. അതാണ് 3-ാം വാക്യം. അപ്പോൾ സ്ട്രാറ്റജീസിനേക്കാളും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ വളരെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ സുവിശേഷം പറയാൻ വേണ്ടി ചില വീടുകളിലൊക്കെ പോകുമ്പം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു സ്പേസ് കിട്ടുമ്പം വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നത്, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി. പക്ഷെ പൗലോസിന്റെ സ്ട്രാറ്റജി അല്ല, സ്ട്രെയിറ്റ് പറയുക. ഇത് ഈ വിഷൻ സ്കൂളിന്റെ പ്രോജക്റ്റുകൾ നമ്മുടെ വെസ്റ്റ് ഏഷ്യയിലുള്ള അവരുടെ ഈ ട്രെയിനിങ്ങിൽ ഒരു ദിവസം ഞാൻ ഇരുന്നപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ട്രാൻസ്ലേഷൻ. ഇവരുടെ ഈ കൊറിയൻ ആക്സെൻറ്റഡ് ഇംഗ്ലീഷ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം, ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ അടുത്തൊരു 2 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ അയാളുടെ സുവിശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ബിക്കോസ് വി ഡോണ്ട് നോ വെദർ യു വിൽ മീറ്റ് ദാറ്റ് പേഴ്സൺ അഗെയിൻ. ഡയറക്റ്റ് ആണ്. അപ്പോൾ ആ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഞാൻ ചെറുപ്പത്തിലെ ഈ ഡയറക്റ്റ് ഗോസ്പൽ ഒത്തിരി കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ചോദ്യമാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുണ്ട്. ഡയറക്റ്റ് അറ്റാക്കാണ്. അപ്പോൾ അതിനകത്ത് ട്രിക്കുകളൊന്നുമില്ല, മെത്തഡോളജി സ്ട്രാറ്റജി ഒന്നുമില്ല, ജസ്റ്റ് ഡയറക്റ്റ് ഗോസ്പൽ. ഇവിടെ പറയുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭു ആളുകളുടെ ഹൃദയത്തെ അന്ധമാക്കിയതുകൊണ്ട് അവർക്ക് സുവിശേഷത്തിന്റെ വെളിച്ചം കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഈ സുവിശേഷം കേൾക്കുമ്പോൾ ദൈവം മൃതന്മാരുടെ കണ്ണുകളെ തുറക്കുന്നു, ദൈവത്തിന്റെ ജനങ്ങളുടെ കണ്ണുകളെ തുറക്കുന്നു. അപ്പോൾ കർത്താവിന് വേണ്ടി ആളുകളുടെ കണ്ണ് തുറക്കാനാണ് ഈ ആളുകൾ സുവിശേഷമായിട്ട് നടക്കുന്നത്. So we carry the gospel, and when they hear the gospel, when they listen to the gospel, their eyes are opened. കണ്ണ് തുറക്കപ്പെടുന്നു. ഈ ലോകത്തിലെ പ്രഭു കുരുടാക്കി വെച്ചിരിക്കുന്ന കണ്ണുകളെ തുറക്കുവാൻ സുവിശേഷം പ്രയോജനപ്പെടുന്നു, സുവിശേഷത്തിന്റെ പ്രസംഗം. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷകരാണ്, സെർവൻസ് ആണ്. അതുകൊണ്ട് യേശുക്രിസ്തു മാത്രം കർത്താവും, ഞങ്ങൾ അവന്റെ ശുശ്രൂഷക്കാരുമായിരിക്കുന്നു. കാരണം ഈ ലോകത്തിന്റെ പ്രഭു അന്ധമാക്കി വെച്ചിരിക്കുന്ന കണ്ണുകളെ തുറക്കുവാൻ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് സാധിക്കുകയുള്ളൂ. ആ സുവിശേഷം ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും സെർവൻസ് ആണ്. ഇതിനകത്ത് ഞങ്ങൾ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നില്ല, കണ്ണിങ്നെസ് ഉപയോഗിക്കുന്നില്ല, ക്രാഫ്റ്റ്നെസ് ഉപയോഗിക്കുന്നില്ല, ട്രിക്കുകൾ ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് പ്ലെയിൻ ഗോസ്പൽ. അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കുന്നു. അപ്പോൾ ആൾക്കാർ തള്ളിക്കളഞ്ഞാൽ നിനക്കിതേ പറയാനുള്ളൂ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾ മനുഷ്യരുടെ അപ്രൂവൽ നോക്കുന്നില്ല. വി ആർ സെർവൻസ് ഓഫ് ഗോഡ് ആൻഡ് ഓൺലി ക്രൈസ്റ്റ് ഈസ് ഗ്ലോറിഫൈഡ് ഇൻ എവറിത്തിങ് ദാറ്റ് വി ഡു. ഇപ്പം മുഖം നോക്കാതെ സംസാരിക്കാൻ, സുവിശേഷം പറയുവാൻ, സത്യോപദേശം കൊടുക്കുവാൻ, ദാറ്റ് വാസ് ദ കോൾ ഓഫ് ദ അപ്പോസ്റ്റൽസ്. അപ്പോൾ അതിൻ്റെ പ്രതികരണം എന്താണ് ജനങ്ങളുടെ എന്നുള്ളവർ ശ്രദ്ധിക്കുന്നില്ല. അവർ പറയുന്ന ആർക്കെങ്കിലും ഇത് മറിഞ്ഞിരിക്കുന്നു, മനസ്സിലാകുന്നില്ലല്ലോ, ദേഷ്യം വരുന്നു, അവരിറക്കി വിടുന്നു. നോ പ്രോബ്ലം, ബിക്കോസ് ഇറ്റ്സ് വെയിൽഡ് ടു ദോസ് പീപ്പിൾ for whom veiled for those people who are perishing. നശിച്ചു പോകുന്നവർക്ക് ഇത് മറിഞ്ഞിരിക്കുന്നു. അവർ ചിലപ്പോൾ ഉടക്കുമായിരിക്കും, വഴക്കുണ്ടാക്കുമായിരിക്കും. ബട്ട് വി കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് ഗോസ്പൽ ഡയറക്ട്ലി. അപ്പോൾ ഇരുളിൽ വെളിച്ചം പ്രകാശിക്കണമെന്ന് പറയുന്ന പോലെ ഈ ലോകം മുഴുവൻ അന്ധകാരമായിരിക്കുമ്പോൾ അവിടെ കത്തിക്കുന്ന വെളിച്ചം പോലെയാണ് സുവിശേഷം അനേകരുടെ ഹൃദയങ്ങളെ തുറക്കുന്നതും ആ നിത്യതയുടെ കാഴ്ചകളെ അവർക്ക് നൽകുന്നതും. അപ്പോൾ ഈ സുവിശേഷം പറയാൻ മാത്രമല്ല, ഇന്ന് ഞാൻ നേരിടുന്ന ഒരു വെല്ലുവിളി എൻ്റെ മനസ്സിൽ കേട്ടോ, എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അൺഇവാഞ്ചലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ന് വേർപെട്ട സഭകളിൽ വളരെ കൂടുതലാണ്. അൺഇവാഞ്ചലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേ ആർ നോട്ട് ഇവാഞ്ചലൈസ്ഡ്, ദേ ഡോണ്ട് നോ ദ ഗോസ്പൽ. ഞാൻ
ഇന്നലെ ഞായറാഴ്ച എളംകുളം തന്നെ വായിൽ വരുന്നത് കലൂരിലെ ചർച്ചിൽ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുമ്പുള്ള 2 ദിവസം ഞാൻ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ ആദ്യത്തെ ദിവസം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, 2 വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ പ്രസംഗിച്ച അതേ പ്രസംഗമാണ് ഞാനിപ്പോൾ പ്രസംഗിക്കാൻ പോകുന്നത്. അവർ കേട്ടു, അവർക്കിതൊന്നും ഓർമ്മ വന്നില്ല. ഇത് പ്രസംഗിച്ചിട്ടില്ല എന്നാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അവിടെ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന്. 2-ാം ദിവസം തീരാറായപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, ഇത്രയും നാളോടെ പ്രസംഗിച്ചിട്ട്, ഇത്രയും അവിടെ പോയി പ്രസംഗിച്ച് 2-3 വർഷമായിട്ട് അവിടെ ഒരു ഫലവും മറന്നേ പോയി. അവർ മെസ്സേജ് മറന്നു. ഇത്രയേ ഉള്ളൂ നിത്യരക്ഷയെക്കുറിച്ച്, വീണ്ടും ജനനത്തെക്കുറിച്ച്, രക്ഷയുടെ ഉറപ്പിനെക്കുറിച്ച്. They forgot it. എനിക്കറിയായിരുന്നു അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. There are unevangelized people who are veiled, people for whom the gospel is veiled. അതുപോലെ ഈ ലോകത്തിൻ്റെ പ്രഭു കുരുക്കി വച്ചിരിക്കുന്ന, കുരുടാക്കി വച്ചിരിക്കുന്ന അനേകം ഹൃദയങ്ങൾ ഈ സെപ്പറേറ്റഡ് ചർച്ചുകളിൽ ഉണ്ടെന്നുള്ളതാണ്. അത് നമ്മളെ പേടിപ്പിക്കുന്നൊരു കാര്യമാണ്. കാരണം ദേ ലീവ് എവറിത്തിങ്, എല്ലാം വിട്ട്, സഭ വിട്ട്, ട്രഡീഷൻ വിട്ട്, പാരമ്പര്യം വിട്ട് ഇതിനകത്തോട്ട് വന്നിട്ട് ഇവർ പുതിയൊരു പാരമ്പര്യം സൃഷ്ടിക്കുന്നു. ക്രിസ്തു ഇല്ലാത്തൊരു പാരമ്പര്യം സൃഷ്ടിക്കുന്നു. അതൊരു പാരമ്പര്യ സഭയായിട്ട് മാറുന്നു. അതിൽ അഭിമാനിക്കുന്നു, ഓൺ ദാറ്റ് പാരമ്പര്യം ഓഫ് ദ ഓൾഡ് പീപ്പിൾ. അതുകൊണ്ട് ഇതൊരിക്കലും മുമ്പോട്ട് പോകുന്നില്ല. ഒരിക്കലും ഇത് ക്രിസ്തുവിലേക്ക് നോക്കുവാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് പാരമ്പര്യങ്ങൾ നമ്മളെ തളച്ചിരിക്കുന്നു. എനിക്ക് ആഗ്രഹമുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 50 വർഷം മുമ്പുള്ള പ്രസംഗങ്ങൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതെല്ലാം കറക്റ്റാണെന്നുള്ളതുകൊണ്ടല്ല. അന്ന് പാരമ്പര്യ സഭകളോട് സംസാരിക്കുമ്പോൾ, അതായത് പാരമ്പര്യ സഭകളിൽ അന്ന് വിളിക്കുന്നത് ആരെയെന്നറിയോ? ഓർത്തഡോക്സ്, മർത്തോമ, ഇങ്ങനെയുള്ളവരാണ് പാരമ്പര്യ സഭകൾ അന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്നാണ് പാരമ്പര്യ പെന്തിക്കോസ് ഉണ്ടായത്. അന്ന് പാരമ്പര്യ സഭകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്തിക്കോസ് സഭകളല്ല. അന്ന് പാരമ്പര്യ സഭകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബ, കത്തോലിക്ക, മർത്തോമ, ഇതൊക്കെയാണ്. അവരോട് പറഞ്ഞുകൊണ്ടിരുന്ന സുവിശേഷം ഇന്ന് നമ്മൾ ഒന്നുകൂടെ കേൾക്കേണ്ടതാണ്. പാരമ്പര്യങ്ങൾ നമ്മളെ രക്ഷിക്കുകയില്ല, വിശ്വാസം മാത്രമാണ് രക്ഷിക്കുകയുള്ളൂ. കൃപയാൽ, വിശ്വാസത്താൽ സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത ആരും രക്ഷ പ്രാപിക്കുകയില്ല. പാരമ്പര്യങ്ങൾ നിങ്ങളെ രക്ഷിക്കുകയില്ല, അഭിമാനം വ്യർത്ഥമാണ് എന്ന് നമ്മൾ ഇന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മൾ പെന്തിക്കോസിന്റെ പാരമ്പര്യം പറയുമ്പം അപ്പുറത്തിരുന്ന് മർത്തോമക്കാരുടെ പാരമ്പര്യം പറയും. ഇറ്റ്സ് എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ പാരമ്പര്യംസ്. ഓക്കെ, അപ്പോൾ 6-ാം വാക്യത്തിൽ പറയുന്നത്, ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്. ദൈവം പറഞ്ഞു ഇരുളിൽ നിന്ന് പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ തേജസ്, അത് യേശുവിൻ്റെ മുഖത്ത് എങ്ങനെയുണ്ടോ അതേ തേജസ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം ആഗ്രഹിക്കുന്നു. ദാറ്റ് മീൻസ് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താലുള്ളൊരു തേജസ്, ദ നോളജ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ ദ ഫേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ കർത്താവിൻ്റെ മുഖത്തുള്ള ആ പരിജ്ഞാനത്തിൻ്റെ തേജസ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ അന്ധകാരം നീങ്ങിപ്പോകുന്നത്. അതുവരെ ഈ ലോകത്തിൻ്റെ അന്ധകാരം നീങ്ങുകയില്ല. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്തുമാത്രം റിബല്യനാണ് ഈ വിശ്വാസ സമൂഹങ്ങളിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ്. ദേ ഡോണ്ട് വാണ്ട് ദാറ്റ് ലൈറ്റ്. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം വെളിപ്പെടുക എന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ അടിസ്ഥാനം. എവ്രി ചർച്ച് ഈ ഒരു പരിജ്ഞാനത്തിലേക്ക് വരണം. ഈ ഒരു പരിജ്ഞാനം അവർക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഒരു കൂട്ടം ഉണ്ടാകും. ഇതിനടുത്ത് പറയുന്നത്, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരിജ്ഞാനമാണ് ഏറ്റവും വിലയേറിയ കാര്യം. പൗലോസ് പലയിടത്തും പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത മൂലം. പരിജ്ഞാനം എന്നുള്ള ഒറ്റ വാക്കിൽ നമുക്ക് നിർവചിക്കാം. അതിങ്ങനെയാണ്, വാട്ട് വുഡ് ജീസസ് ഡു? എൻ്റെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതാണ് പരിജ്ഞാനം. ആ പരിജ്ഞാനമാണ് എപ്പോഴും നമ്മളെ നീതിയുടെ അടിമകളാക്കി മാറ്റുന്നത്, നമ്മളെ ബ്രോക്കൺ ആക്കി നിർത്തുന്നത്.
ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മൾ എപ്പോഴും തകർന്നതും നുറുങ്ങിയതുമായ ഒരു ഹൃദയമുള്ളവരാക്കി നിലനിർത്തുക. ആൻഡ് ദാറ്റ്സ് വെരി പ്രഷ്യസ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത ജനറേഷൻ നമ്മളെക്കാൾ തേജസ്സുള്ളവരായി വരുമ്പോൾ അവർക്ക് സ്പേസ് കൊടുക്കാൻ, അവർക്ക് വേണ്ടി അത് വിട്ടുകൊടുക്കാൻ നമുക്ക് തോന്നണമെങ്കിൽ നമ്മുടെ ഹൃദയം നുറുങ്ങിയതായിരിക്കണം. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോയാൽ ഒരിക്കലും അത് സാധിക്കില്ല. ഹൃദയം നുറുക്കമുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നമ്മുടെ മേൽ വെക്കുന്ന സ്ട്രെസ്സ്, നമ്മുടെ മേൽ വെക്കുന്ന ഭാരം, നമ്മുടെ ഇന്നാഡിക്വസി, യേശുവിനെ പോലെ അല്ല എന്നുള്ള ആ റിയലൈസേഷൻ, അതാണ് നമുക്ക് ശരിക്കും നമ്മളെ തകർക്കുന്നത്, നുറുക്കിക്കളയുന്നത്. എത്ര പ്രസംഗിച്ചാലും ക്രിസ്തുവിനെ പോലെ അല്ല. ബട്ട് ദ ലോർഡ് അക്സെപ്റ്റ്സ് us ത്രൂ ക്രൈസ്റ്റ് ബൈ ഗ്രേസ്. കൃപയാൽ നമ്മൾ സ്വീകരിക്കപ്പെടുന്നവരെങ്കിലും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തെ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ദരിദ്രരാണ്. ആ നുറുക്കം എപ്പോഴും നമ്മുടെ ഹൃദയം. വി നെവർ ബോസ്റ്റ് ഇൻ വാട്ട് എവർ വി ആർ ഡൂയിങ്. ബിക്കോസ് ക്രിസ്തുവിനെ വെച്ച് നോക്കുമ്പം ആ ഞെരക്കം മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ. വി ആർ നോട്ട് ലൈക്ക് യു, ഓ ലോർഡ്, ഇറ്റ്സ് ഓൺലി യുവർ മേഴ്സി. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയാണ്, സർപ്പാസിംഗ് ആയിട്ടുള്ള പവർ, ദൈവത്തിൻ്റെ ശക്തി, എല്ലാത്തിനെയും അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് ദൈവം അത് കളിമൺ പാത്രങ്ങളിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഒരു നല്ല ഒരു ഉരുക്കം ഉണ്ടാക്കിയാൽ, സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാത്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സ്റ്റീലിനകത്തായിരിക്കും. അപ്പൊ എല്ലാവർക്കും അറിയാം, നല്ല ഉറപ്പുള്ള മെറ്റീരിയലാണ് കേട്ടോ, ടൈറ്റാനിയമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത്, അലുമിനിയമാണ്, ടൈറ്റാനിയമാണ്. ഇതിന്റെ ഉറപ്പുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നമുക്ക് ഇത് പകർന്നിരിക്കുന്നത് ബലഹീനമായ, രോഗാതുരമായ, വീണുപോകുന്ന, ദുർബലമായ ഒരു ഭവനത്തിനകത്താണ്, ഒരു ശരീരത്തിനകത്താണ് ഈ അതിവിശിഷ്ടമായ തേജസ് വെച്ചിരിക്കുന്നത്. ശരീരത്തിന്റെ ബലഹീനത മാത്രമല്ല, ആസ് എ പേഴ്സൺ നമ്മളെല്ലാം ബലഹീനരാണ്. ആ ബലഹീനമായ കളിമൺ പാത്രങ്ങൾ, ഏത് സമയത്ത് ഉടഞ്ഞു പോകാവുന്ന കളിമൺ പാത്രങ്ങൾക്കകത്താണ് ദൈവം അതിവിശിഷ്ടമായ തേജസ്സിനെ വെച്ചിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കളിമൺ പാത്രത്തിന്റെ പവർ അല്ല ഇതെന്ന്, ആ പവർ ദൈവത്തിൻ്റെതാണെന്നും വരേണ്ടതിന്. ഇപ്പൊ ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള ആൾക്കാർ, ഭയങ്കര സ്കോളേഴ്സ്, അവരിലൂടെ ഒന്നും അല്ലേ കർത്താവ് പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, പൗലോസ് ഭയങ്കര സ്കോളർ ആയിരുന്നല്ലോ, വിദ്യാബഹുത്വത്താൽ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിന്ന് ചിന്തിക്കാവുന്ന ഒരാളായിരുന്നല്ലോ പൗലോസ്. ബട്ട് ക്രിസ്തുവിന് മുമ്പിൽ വരുമ്പം ഒരു പരിജ്ഞാനവും ഇല്ലാത്ത, ഒന്നും അറിയാത്ത ഒരാളെ പോലെയാണ് വരുന്നത്. അപ്പൊ അവിടെ കളിമൺ പാത്രമാക്കി നമ്മളെ ദൈവം മാറ്റുന്നു. നമ്മുടെ ഒന്നും പ്രശംസിക്കാനില്ലാത്ത, ഏത് സമയത്തും പൊട്ടിപ്പോകാവുന്ന, ബലഹീനമായ, ദുർബലമായ പാത്രങ്ങളെ പോലെയാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും ഇരിക്കുന്നത്. ദർ ഇസ് നത്തിങ് ടു ഗ്ലോറി, ദർ ഇസ് നത്തിങ് ടു ബോസ്റ്റ്. എന്നിട്ട് അവിടെ പറയണം, അത് എങ്ങനെയാണ് ഈ കളിമൺ പാത്രങ്ങൾ എന്ന് പറയാനുള്ള കാരണം. വി ആർ അഫ്ലിക്റ്റഡ് ഇൻ എവറി വേ ബട്ട് നോട്ട് ക്രഷ്ഡ്, പെർപ്ലക്സ്ഡ് ബട്ട് നോട്ട് ഡ്രിവൺ ടു ഡിസ്പെയർ. അതായത് ഞങ്ങൾ എല്ലാ തരത്തിലും ബാധിക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ ഞങ്ങൾ തകർക്കപ്പെടുന്നില്ല. ഓക്കെ, ഞങ്ങൾ വല്ലാതെ കുഴങ്ങിയിരിക്കുന്നു, എന്നാൽ ഒരിക്കലും ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ഞങ്ങൾ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്നു, എന്നാൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഞങ്ങൾ വീണ് കിടക്കുന്നു, എന്നാലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. ദാറ്റ് മീൻസ് പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഈ വളരെ ബലഹീനമാണ്, അവസ്ഥ വളരെ മോശമാണ്, ആരും അംഗീകരിക്കുന്നില്ല, ആരും എന്താ പറയുന്നത്, സ്നേഹിക്കുന്നതായിട്ട് തോന്നുന്നില്ല, ലോകത്തിൽ തള്ളിക്കളയപ്പെട്ടിരിക്കുന്നു, ആർക്കും വേണ്ടാത്ത വിറകുള്ളി പോലെ വെളിയിൽ കിടക്കുന്നു. ബട്ട് ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവം ഒരിക്കലും കൈവിടുന്നില്ല. ട്രഷേഴ്സാണ് അകത്തിരിക്കുന്നത്. എത്ര ഭയങ്കരമാണ്. വി ആർ അബാൻഡൻഡ് ഇൻ എവറി വേ ബട്ട് നെവർ ത്രോൺ ഔട്ട്. അപ്പോൾ ഈ ശരീരത്തിൽ, അതായത് നമ്മൾ ഈ പുറമേ കാണുന്ന മനുഷ്യനിൽ നമ്മൾ അനുഭവിക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണമാണ്. സോ ദാറ്റ് ദ ലൈഫ് ഓഫ് ജീസസ് മേ ബി മാനിഫെസ്റ്റഡ് ഇൻ അവർ ബോഡീസ്. അപ്പം നമ്മുടെ പഴയ ജഡത്തിൻ്റെ മരണത്തിലൂടെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എപ്പോഴും മാനിഫെസ്റ്റഡ് ആകുന്നത്. ഞാൻ ആലോചിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കുടുംബ ജീവിതം നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ, ചർച്ച ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ലൈഫ്, കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും വളരെ മാന്യമായി, സോഫ്റ്റായി, ഒരു എതിർപ്പും ഇല്ലാതെ പൂർണ്ണ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തെ നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയാൽ, ഭർത്താവ് എന്ത് പറഞ്ഞാലും ഭാര്യ കീഴടങ്ങുന്നു,
ഭാര്യ എന്ത് പറഞ്ഞാലും ഭർത്താവ് സ്നേഹിക്കുന്നു, ഭയങ്കര ലൈഫാണ്. അതിനകത്തൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നില്ല, നമ്മുടെ സ്നേഹം പരീക്ഷിക്കപ്പെടുന്നില്ല. നമ്മുടെ സ്നേഹം പരീക്ഷിക്കപ്പെടണമെങ്കിൽ അവിടെ ഈ മരണം വ്യാപരിക്കണം, പഴയ ജഡത്തിൻ്റെ മരണം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ആ പഴയ ജഡത്തിൻ്റെ മരണം ആവശ്യമാണ്. അവിടെയാണ് ക്രിസ്തു ആരാന്ന് നമുക്ക് വെളിപ്പെടാൻ പറ്റുന്നത്. അതായത് ഈ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ, ഇഫ് എവറിത്തിങ് ഈസ് ഗുഡ്, ഇപ്പോൾ എല്ലാവരും എന്നോട് വളരെ സ്നേഹമായിട്ട് പെരുമാറുകയാണെങ്കിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ഒരു പാടുമില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ നാച്ചുറൽ മാൻ ക്യാൻ ഷോ ദ ലവ്. പക്ഷെ ക്രഷ്ഡായി കഴിയുമ്പം സ്പിരിച്വൽ മാനിന് മാത്രമേ ആ ലവ് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്പിരിച്വൽ മാൻ വെളിയിൽ വരുന്നതിന്, അതായത് ക്രിസ്തുവിൻ്റെ പ്രകാശം വെളിയിൽ വരുന്നതിന്, ഇറ്റ്സ് നെസസറി ദാറ്റ് വി ആർ ക്രഷ്ഡ് ഇൻ എവരി വേ. അപ്പോൾ അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ വഹിക്കുന്ന മരണം, അതായത് എതിർപ്പുകൾ, പെർസിക്യൂഷൻ, അത് എന്തിനെ വെളിപ്പെടുത്തുന്നു? ഞങ്ങളുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ സഹായിക്കുന്നു. ആൻഡ് പീപ്പിൾ ക്യാൻ ബി അമേസ്ഡ് ലുക്കിംഗ് അറ്റ് us, seeing that we are perplexed in every way, but we are not driven to despair. നമ്മൾ എല്ലാ സമയത്തിലും കുഴങ്ങിയിരിക്കുന്നെങ്കിൽ ഒരിക്കലും നിരാശപ്പെട്ടു പോകാത്തവർ, വീണ് കിടക്കുന്നെങ്കിലും നശിച്ചു പോകാത്തവർ. സോ അത് ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷ്യമാണ്. We have that life of Christ, and we glory in that life, and we glory in our infirmities. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരങ്ങളിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന്, അപ്പോൾ അതാണ് എല്ലാ റോസി ആയാലും, ഇപ്പം സഭയിലെല്ലാവരും ഭയങ്കര സ്നേഹം, ഭയങ്കര ബഹുമാനം, നമുക്ക് അവർ തിരിച്ച് സ്നേഹിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആൾക്കാർ വരുമ്പോഴാണ് അവിടെ ക്രിസ്തു ഉണ്ടോ, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണം നമുക്ക് വരുന്നത്. ദാറ്റ് ദിസ് എക്സാമിനേഷൻ ഓഫ് അവർ ഫെയ്ത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെൻ യു റീഡ് പീറ്റേഴ്സ് എപ്പിസിൽ, ഫസ്റ്റ് എപ്പിസിൽ, അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പരിശോധന, the examination of your faith is more precious than gold. ഓക്കെ, 11-ാം വാക്യത്തിൽ പറയുന്നു, 11-12 വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ സംസാരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകും. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപിക്കുന്നു. അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിൽ ജീവൻ വ്യാപരിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. വേറൊരാളിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വ്യാപിക്കാൻ കാരണമാകുന്നത്, സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് കാരണമാകുന്നത് ഞങ്ങളുടെ ശരീരത്തിൽ മരണം വെളിപ്പെടുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ക്രൈസ്റ്റ് ഈസ് മാനിഫെസ്റ്റഡ് when others look at us. നമ്മളെ നോക്കുമ്പോൾ, ആളുകൾ നോക്കുമ്പോൾ ക്രിസ്തു മാനിഫെസ്റ്റ് ആകാനുള്ള കാരണം we are crushed but we are not disappointed. അതുകൊണ്ടാണ്. അപ്പോൾ മറ്റുള്ളവരിലേക്ക് ജീവൻ വ്യാപരിക്കുവാൻ നമ്മൾ മരണം വഹിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ്. The fact that we are crushed, okay, അല്ല, the fact that we are afflicted, not crushed, we are afflicted, നമ്മളെല്ലാ തരത്തിലും ബാധിക്കപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ വെളിപ്പെടുമ്പോഴാണ് വേറൊരാൾക്ക് അത് ജീവനായിട്ട് വരുന്നത്. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ പറയാണ്, ഓക്കെ, എൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരുന്നൊരു സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഒരു തരത്തിലും ജനീകമായൊരു പ്രോബ്ലം ഇല്ല, ശരീരത്തിലൊരു പ്രോബ്ലം ഇല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, കാരണം ഞാനൊന്നും അറിയണ്ട, ഐ എം എ സ്റ്റുഡൻറ്റ്. ശാരീരികമായ വേദനകളോ രോഗങ്ങളോ ഇല്ല, സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങളില്ല, ടീച്ചേഴ്സിനോട് പ്രശ്നങ്ങളില്ല, കംഫർട്ടബിൾ ലൈഫ്. അപ്പോൾ ആൾക്കാരുടെ അത് പറഞ്ഞു കഴിയുമ്പോൾ ഐ എം നോട്ട് പെർപ്ലെക്സ്ഡ്, വളരെ വളരെ ഈസി ലൈഫ്. അപ്പോൾ പറയാം കർത്താവ് സ്നേഹിക്കുന്നു, അക്കാഡമിക്കലി ദൈവം നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെയൊക്കെ മനസ്സിലാക്കുമ്പോഴും ബുദ്ധിപരമായിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷേ എല്ലാ അർത്ഥത്തിലും ഞെരുങ്ങിയിരിക്കുന്ന ഒരാൾ സന്തോഷിക്കുമ്പം, സ്തോത്രം ചെയ്യുമ്പം, സ്തുതിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ ആളുകൾ കാണുന്നത് തകർക്കപ്പെട്ടാലും തകർക്കപ്പെടാത്ത
ക്രിസ്തുവിൻ്റെ ജീവൻ്റെ പരിജ്ഞാനമാണ്. സോ ദാറ്റ്സ് എവിഡൻസ്ഡ് വെൻ വി ആർ ഇൻ പ്രഷർ, അണ്ടർ പ്രഷർ. നമ്മൾ ആരാന്നറിയുവാൻ നമ്മൾ സ്ട്രെസ്സിലാകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് 12-ാം വാക്യത്തിൽ പറയുന്നു, സോ ഡെത്ത് ഈസ് അറ്റ് വർക്ക് ഇൻ us ബട്ട് ലൈഫ് ഇൻ യു. ഓക്കെ, ഞങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് പിന്നീട് പൗലോസ് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം, ഞങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെയിം സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ആത്മാവ്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ആദ്യം തരുന്നത് ഈ ഫെയ്ത്താണ്. അപ്പോൾ ആത്മാവ് നൽകുന്ന ഫെയ്ത്താണ്, ആ വിശ്വാസം നൽകുന്ന ആത്മാവ്. ദാറ്റ് മീൻസ് ദിസ് ഹോളി സ്പിരിറ്റ് കംസ് ആൻഡ് ഗിവ്സ് us ഫെയ്ത്ത്. അത് ഇത്രയേ ഉള്ളൂ. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചിരിക്കുന്നു. ഞങ്ങൾക്കും അങ്ങനെയാണ്, വളരെ സിമ്പിളാണ്. എന്നെ ഇത് ആത്മാവ് കാണിച്ചു തന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാനിത് സംസാരിക്കുന്നു. ഇതിനകത്ത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ചിന്തകളൊന്നുമില്ല. സ്ട്രെയിറ്റ് പ്ലെയിൻ. കർത്താവിൻ്റെ ആത്മാവ് എന്നെ കാണിച്ചു തന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ദാറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എന്താണ് സംസാരിക്കുന്നത്? നോയിങ് ദാറ്റ് ഹി ഹു റേസ്ഡ് ദ ലോർഡ് ജീസസ് വിൽ റേസ് us ഓൾസോ വിത്ത് ജീസസ് ആൻഡ് ബ്രിങ് us വിത്ത് യു ഇൻ ടു ഹിസ് പ്രസൻസ്. അവൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നമ്മളെയും ഉയർപ്പിക്കുമെന്ന് പറഞ്ഞത് വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളിത് സംസാരിക്കും. ദ ഫെയ്ത്ത് ഇൻ ദ റിസറക്ഷൻ, ഫെയ്ത്ത് ഇൻ ദ ഗ്ലോറി, ക്രിസ്തുവിൻ്റെ തേജസ് നമുക്ക് വരുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചതിനാൽ മാത്രമാണ് ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. ഇതെന്ത് പ്രാധാന്യമുള്ളൊരു വാക്യമാണെന്നറിയും. നമ്മൾ ഇന്ന് പലപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടിട്ടോ വാഗ്ദത്തങ്ങൾ കേട്ടിട്ടോ ആണ്. അത് യഥാർത്ഥ ഫെയ്ത്ത് അല്ല. ഇവിടെ പറയുന്നത് വിശ്വാസത്തിൻ്റെ ആത്മാവ്. ഞങ്ങളുടെ ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത്, ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളെ ഉയർപ്പിക്കും. ഞങ്ങളത് വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷമായിട്ട് നടക്കും. സിമ്പിൾ. ഇല്ലാത്ത ജോലി നിനക്ക് തരുമെന്നോ പരീക്ഷയ്ക്ക് 1-ാം റാങ്ക് മേടിക്കുമെന്നോ ഉള്ള ഹോപ്പല്ല ആത്മാവ് നമുക്ക് തന്നത്. ആത്മാവ് തന്നത് ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിലും വസിക്കുന്നതിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ ആത്മാവിന് സാധിക്കുമെന്നും നിങ്ങൾ പുനരുത്ഥാനം പ്രാപിക്കുമെന്നുമുള്ള വാക്ക് ദൈവം പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ചു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നു. The whole thing comes to that one single incident of resurrection. നമ്മുടെ പ്രസംഗം മുഴുവൻ ആ പ്രത്യാശ ബേസ്ഡ് ആണ്. നമ്മൾ സുവിശേഷം പറയുന്നത് പ്രത്യാശയെ ആസ്പദമാക്കിയാണ്. ഒത്തിരി വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എന്ത് സുവിശേഷമാണ് ഈ വീടുകളിൽ പോയി പറയുന്നത്? അദ്ദേഹത്തിൻ്റെ മറുപടി എന്നെ ഞെട്ടിച്ചു കഴിഞ്ഞു. അയാൾ ജീവിതത്തിൽ ഒരാളോട് ഇന്നുവരെ സുവിശേഷം പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താ പറയുന്നറിയോ? നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടോ, സാമ്പത്തിക ഭാരങ്ങളുണ്ടോ, ഞങ്ങളുടെ ചർച്ചിൽ വാ, പ്രാർത്ഥിക്കാൻ, ദൈവം സൗഖ്യം തരും, ആശ്വാസം തരും. ഇതാ പറയുന്നത് എല്ലാ വീടുകളിലും. അപ്പോൾ ആൾക്കാർ ചെല്ലാതിരിക്കുമോ? തീർച്ചയായിട്ടും ചെല്ലും. കാരണം നമ്മൾ ഒത്തിരി ആൾക്കാരും ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പരസ്യങ്ങൾ കണ്ടിട്ട് അല്ലേ, ചിലപ്പോൾ കേൾക്കാം എന്താ ജീരകം പൊടി എന്തിൻ്റെ കൂടെ കൽക്കണ്ടത്തിൻ്റെ കൂടെ കൂട്ടിക്കഴിച്ചാൽ പ്രഷർ മാറും, പ്രമേഹം. ചുമ്മാ അടിച്ചു വിടുന്നേ ആൾക്കാർ കാണാൻ വേണ്ടി. ഇത് ഫോളോ ചെയ്യുന്ന വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട്. നിങ്ങൾ അപ്പുറത്തെ സന്യാസിയെ പോയി കണ്ടാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയും. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ കൈനോട്ടക്കാരനെ പറയും, അവിടെ പോയാൽ മതി. ഇത് സുവിശേഷമാകുന്നില്ല. ഇതാണ് ഇന്ന് നമ്മൾ പലരോടും പറയുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ചർച്ചിൽ വാ, നിങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിക്കും, സൗഖ്യം വരും, ഇവിടെ മധ്യസ്ഥൻ അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരാളോടെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ? പുള്ളിക്ക് അത് എന്താണെന്ന് പോലും അറിയില്ല. ബട്ട് ദേ ആർ പാഷനേറ്റ് അബൌട്ട് ഇറ്റ്. സകലരോട് സുവിശേഷം പറയാൻ വേണ്ടി നടക്കുന്നു. ദേ ഡോണ്ട് നോ വാട്ട് ദ ഗോസ്പൽ ഈസ്. എന്നാൽ സുവിശേഷം വളരെ ലളിതമാണ്. ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളെ ഉയർപ്പിക്കും. വിശ്വസിച്ചാൽ രക്ഷപ്പെട്ടു. ഇത് വിശ്വസിക്കുക എന്ന് പറയുന്നത് ദൈവം തരാതെ നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല. വി വിൽ വൺ ഡേ ബി വിത്ത് ക്രൈസ്റ്റ് ഗ്ലോറിഫൈഡ്. വി വിൽ ബി റിസറക്റ്റഡ്. ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ആത്മാവ്, വിശ്വാസം തന്ന ആത്മാവ്. എങ്ങനെ തന്നെന്നറിയാം? അതേ ആത്മാവ്, ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ ഉള്ളിലും ഇരിക്കുന്നതിനാൽ അവൻ പുനരുത്ഥാനം ചെയ്ത പോലെ നമ്മളും പുനരുത്ഥാനം ചെയ്യും. ദിസ് ഈസ് ദ പ്രോമിസ് ഓഫ് ദ ഗോസ്പൽ. വേറെ ഒരു പ്രോമിസ് കേട്ട് നിങ്ങൾ വന്നാലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല.
പൗലോസ് പറയാണ്, ഞങ്ങളിത് വിശ്വസിച്ചു, ഞങ്ങളിത് പ്രസംഗിക്കുന്നു. വേറെ ഒന്നും ഞങ്ങളുടെ കർത്താവ് പറഞ്ഞിട്ടില്ല. റാങ്ക് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടില്ല, ബിസിനസ് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? പൗലോസിന്റെ ബിസിനസ് രക്ഷപ്പെട്ടോ? പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ ബിസിനസ് രക്ഷപ്പെട്ടോ? ഒരാളുടെ രക്ഷപ്പെട്ടില്ല. വിശുദ്ധന്മാരുടെ, ഈ വിശ്വാസ വീരന്മാരുടെ കോൾ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം, മോശ, ഞാൻ ഏറ്റവും ഒരൊറ്റ എക്സാമ്പിൾ ഇട്ട് നോക്കിയാൽ മതി. പഴയ നിയമത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നേടാൻ യോഗ്യനായ ഒരാൾ മോശയാണ്. മോശ മരിച്ചപ്പോൾ മോശയ്ക്ക് സ്വന്തമായിട്ട് എത്ര കോടി രൂപയുണ്ടായിരുന്നു? മോശയുടെ മക്കൾ കാനഡയിലും ഇംഗ്ലണ്ടിലും പഠിക്കുമായിരുന്നു? നത്തിങ്. ഹി ഡൈഡ് ഇൻ എ ഡെസേർട്ട് ഓൺ എ മൗണ്ടൻ. ഒരു ചരമപ്രസംഗം പോലും മോശയ്ക്ക് കിട്ടിയില്ല. ഇതൊന്നുമല്ല വാഗ്ദത്തങ്ങൾ. വാഗ്ദത്തങ്ങൾ ഈസ് എറ്റേണൽ. അതാണ് ഇവിടെ പറയുന്നത്. ഞങ്ങളിത് കേട്ടു, ഞങ്ങളിത് വിശ്വസിക്കുന്നു. ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. വേറെ ഒന്നുമില്ല ഇതിനിടയിൽ. ഇഫ് യു ബിലീവ് ഇറ്റ്, യു ആർ സേവ്ഡ്. ഓക്കെ. അപ്പോൾ കർത്താവിനെ ഉയർപ്പിച്ച ആത്മാവ് എന്നിലും വസിക്കുന്നതിനാൽ അതേ ആത്മാവ് എന്നെയും ഉയർപ്പിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പറയുകയാണ്, 15-ാം വാക്യത്തിൽ പറയുന്നു, ഇറ്റ്സ് ഓൾ ഫോർ യുവർ സേക്ക്, സോ ദാറ്റ് ആസ് ഗ്രേസ് എക്സ്റ്റെൻഡ്സ് ടു മോർ ആൻഡ് മോർ പീപ്പിൾ ഇറ്റ് മേ ഇൻക്രീസ് ഇൻ താങ്ക്സ് ഗിവിങ്. ഈ കൃപ, ഈ വിശ്വാസം നമ്മൾ കാണുമ്പോൾ പകർത്തി 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 പോവുകയാണ് അല്ലേ? ഒരാൾ പറയുന്നു, മറ്റൊരാൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ 2 പേർ പറയുന്നു, 4 പേർ വിശ്വസിക്കുന്നു. 4 പേർ പറയുന്നു, 4 പേർ പറയുമ്പോൾ എത്ര പേര് വിശ്വസിക്കണം? 8 പേര് വിശ്വസിക്കുന്നു. 8 പേര് പറയുമ്പോൾ 16 പേര് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഇത് പെരുകി പെരുകി പോകുമ്പോൾ സ്തുതി വർദ്ധിക്കും. ലോകം മുഴുവൻ ഒരു സ്തുതി. എല്ലാ കോർണറിലും, എല്ലാ ജാതികളിൽ നിന്നും, അധരങ്ങളിൽ നിന്നും ദൈവത്തിന് നന്ദി, സ്തോത്രം, സ്തുതികൾ കരയറ്റപ്പെടും. ഈ രക്ഷ മുഴുവൻ ആ സ്തുതി കരയറ്റപ്പെടുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടി വരുമ്പം 2 പാട്ട് പാടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്തോത്രവും സ്തുതിയും ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്ന സമയമല്ല. അത് നമ്മുടെ രക്ഷയെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യണം. കർത്താവെ, ഞങ്ങളെ രക്ഷിച്ച ദൈവമേ, നിനക്ക് സ്തോത്രം. ഇത് വർദ്ധിക്കുകയാണ് ഈ ഗോസ്പൽ സ്പ്രെഡ് ആവുന്നത് പോലെ. നമ്മൾ 10 പേരായിരിക്കുമ്പം കുറച്ചുണ്ടായിരുന്നു. ഇപ്പം 90 95 പേരുള്ളപ്പോൾ, അല്ലെ 100 പേരുള്ളപ്പോൾ സ്തുതി വർദ്ധിച്ചു. അപ്പോൾ ഈ സ്തുതി ലോകം മുഴുവൻ വർദ്ധിക്കും എന്നുള്ളതാണ്. ഈ സിമ്പിൾ ഫെയ്ത്തിലൂടെ ലോകത്തിൽ മുഴുവൻ ദൈവത്തിന് സ്തുതി കരയറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഹൃദയത്തിൽ ക്ഷീണിക്കുന്നില്ല. ഞങ്ങളുടെ പുറം മനുഷ്യൻ ദ്രവിച്ചു പോയാലും ക്ഷയിച്ചു പോയാലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു, റിന്യൂഡ് ആയിക്കൊണ്ടിരിക്കുന്നു, തേജസ് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം കർത്താവിന് സ്തുതിക്കത് കാരണമാകുന്നു. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ട്രഷറായിട്ട് നൽകപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ മുഴുവൻ ക്ഷയിച്ചു പോയാലും ദ്രവിച്ചു പോയാലും ഞങ്ങളെ ബാധിക്കുന്നില്ല. ഞങ്ങളത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങളതിൽ നിരാശപ്പെടുന്നില്ല. കാരണം ഞങ്ങൾ അകത്തുള്ള ആ വെളിപ്പാടിൽ ആനന്ദിക്കുകയും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കുകയും ചെയ്യും. എന്നിട്ടാണ് പറയുന്നത്, ഞൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം. ഓരോ ദിവസവും അകത്ത് റിന്യൂഡ് ആകുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഞൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്ത അനവധിയായ തേജസ്സിൻ്റെ നിത്യകനത്തിന് കാരണമാകുന്നു. Because that inner self is strengthened when the outer body is crushed. ഓക്കെ. പിന്നെ അടുത്ത വാക്യം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ വാക്യമാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വാക്യമാണ്. നമ്മൾ കാണുന്നതിനെ അല്ല. അപ്പോൾ ഈ പ്രത്യാശ മുഴുവൻ കാണുന്നതിനെ കുറിച്ചുള്ളതല്ല, കാണാൻ പറ്റുന്ന സാധനങ്ങളെ കുറിച്ചുള്ളതുമല്ല. പ്രത്യാശ എപ്പോഴും കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ്. വിശ്വാസം എപ്പോഴും കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ്. അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് ഡിവൈൻ ഫെയ്ത്ത് എന്ന് നമ്മൾ പറയുന്നത്. വി ആർ ലുക്കിംഗ് അറ്റ് സംതിങ് ദാറ്റ് കാനോട്ട് ബി സീൻ. കാണാത്തതിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നിത്യമായത് ഈ കാണാത്ത കാര്യങ്ങളാണെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ ആ പരിജ്ഞാനം തന്നിട്ടുണ്ട്. വാട്ട് യു ആർ നോട്ട് സീയിങ് നൗ, തിങ്സ് ദാറ്റ് കാനോട്ട് ബി സീൻ, കാണാൻ പറ്റാത്ത കാര്യങ്ങൾ നിത്യമായതും തേജസ്സേറിയതുമെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അതിൽ ആനന്ദിക്കുന്നു. ഞങ്ങളുടെ പുറമേയുള്ള കാണാവുന്ന ശരീരം ഏത് രീതിയിലായാലും ഞങ്ങളതിൽ ദുഃഖിക്കുന്നില്ല, ഭാരപ്പെടുന്നില്ല. കാരണം വി എൻജോയ് ദ ഇന്നർ പീസ് ഓർ ദ ട്രഷേഴ്സ്
given in the jars of clay. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പ്രത്യാശ ഈ കൊരിന്ത് ലേഖനത്തിലൂടെ നമുക്ക് പൗലോസ് കാണിച്ചു തരുന്ന ആ ഒരു സിംഗുലർ സിമ്പിൾ ഫെയ്ത്ത്, കർത്താവ് പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ, അത് തന്നെ എനിക്ക് തേജസ്സിന് കാരണമായി മാറുന്നു. അതുകൊണ്ട് നിത്യമായ ഒരു കാഴ്ച ഞാൻ കണ്ടിരിക്കുന്നു, അതുകൊണ്ട് പുറമേ ഉള്ളത് ക്ഷയിച്ചു പോയാലും എന്നെ അത് ബാധിക്കുന്നില്ല. ഇതാണ് കൊരിന്ത് ലേഖനം നമ്മോട്, ഈ 4-ാം അധ്യായം നമ്മോട് പറയുന്ന സന്ദേശം. വി ഡോണ്ട് നീഡ് ടു ബി വറീഡ്, വി ഡോണ്ട് നീഡ് ടു ബി ആങ്ഷ്യസ്. കാരണം നമ്മൾ ദുഃഖിക്കേണ്ടതില്ല, നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. കർത്താവ് നമുക്കായി കവർ ചെയ്തിരിക്കുന്നു. നമ്മുടെ നിത്യമായ വാസം അവൻ ഉറപ്പുവരുത്തിയിരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് പുത്രനിലൂടെ ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങളെ സന്തോഷത്തോടെ വിശ്വസിക്കുവാൻ ഞങ്ങളിവിടുന്ന് പ്രാപ്തരാക്കണം. ആ വിശ്വാസം ഓരോ നിമിഷവും കർത്താവെ അങ്ങയിലേക്ക് നോക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.